പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട യുവതി മരിച്ച കേസിൽ നടൻ അല്ലു അർജുൻ റിമാൻഡിൽ. അല്ലു അർജുനെ റിമാൻഡ് ചെയ്തെന്ന് തെലങ്കാന പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കുറ്റം ചുമത്തിയെന്ന് പോലീസ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. അതേസമയം അല്ലു അർജുൻ വരുന്നത് സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റ് പോലീസിനെ അറിയിച്ചിരുന്നതായും വിവരങ്ങളുണ്ട്. പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടുള്ള കത്തിന്റെ പകർപ്പ് പുറത്തുവന്നു. വിവരങ്ങളുമായി ശ്യാം ദേവരാജും AP നദീറയും നമുക്കൊപ്പം ചേരുന്നു. ശ്യാം ദേവരാജ്, 14 ദിവസത്തെ റിമാൻഡിൽ അല്ലു അർജുനെ വിടുകയാണ്. അത്യന്തം നാടകീയമാണോ, സിനിമാ സ്റ്റൈലിൽ തന്നെയായിരുന്നു നടനെ കസ്റ്റഡിയിലെടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് നടന്നത്? അങ്ങേറ്റം നാടകീയമായ രീതിയിലാണ് ഓരോ നടപടിക്രമങ്ങളും മുന്നോട്ട് പോയത്. അല്ലു അർജുനെ ഉച്ചയ്ക്ക് മുൻപാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഹൈദരാബാദ് പോലീസ് കസ്റ്റഡിയിലെടുത്തതും പിന്നീട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയതും അല്ലു അർജുനെ 14 ദിവസത്തേക്ക് നടപടിക്രമങ്ങളുടെ ഭാഗമായി സ്വാഭാവികമായ രീതിയിൽ തന്നെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഈ കാര്യത്തിൽ നേരത്തെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കേസിലെ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അല്ലു അർജുൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അല്ലു അർജുൻ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ അത് ഇതുവരെയും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് ഹർജി വന്നിരുന്നില്ല. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഹൈക്കോടതി ലഞ്ചിന് ഉച്ചഭക്ഷണത്തിന് പിരിയുന്നതിന് തൊട്ടു മുമ്പാണ് അല്ലു അർജുൻ്റെ അഭിഭാഷകൻ ഈ വിഷയം ഹൈക്കോടതിയിൽ ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് രാവിലെ ഈ വിഷയം ഉന്നയിക്കാതിരുന്നതെന്ന് ഹൈക്കോടതി ചോദിച്ചു. തുടർന്നാണ് ഇത് അല്പസമയം മുമ്പാണ് അറസ്റ്റ് സംഭവിച്ചത്, കസ്റ്റഡിയിൽ എടുത്തത് എന്ന കാര്യം പറഞ്ഞു. 2:15 ഹർജി പരിഗണിക്കുമ്പോൾ വിശദാംശങ്ങൾ അറിയിക്കണം എന്ന കാര്യം പോലീസിനോട് ഹൈക്കോടതിയുടെ നിർദ്ദേശം നൽകി. എന്നാൽ 2:15 ഹർജി പരിഗണിക്കുമ്പോൾ പോലീസ് കൂടുതൽ സമയം തേടുകയായിരുന്നു. തുടർന്നാണ് 4 മണിക്ക് അല്ലു അർജുൻ്റെ വിഷയം FIR റദ്ദാക്കണമെന്നും ഇടക്കാല ജാമ്യം നൽകണമെന്നുള്ള ആവശ്യം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. പക്ഷേ 4 മണിക്ക് ഹർജി പരിഗണനയ്ക്ക് വരുമ്പോഴാണ് ഹൈക്കോടതിയിൽ ഇക്കാര്യം തെലങ്കാന പോലീസ് അറിയിക്കുന്നത്. അല്ലു അർജുൻ റിമാൻഡിലാണ്. 14 ദിവസത്തേക്കാണ് നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കുന്നത്. അല്ലു അർജുനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയെന്നും പോലീസ് അറിയിച്ചു. മരണത്തിന് കാരണം സംഘാടനത്തിലെ വീഴ്ചയാണ് എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. അല്ലു അർജുനും സംഘവും തിയേറ്റർ ഉടമകളുടെ പരിപാടിയുടെ സംഘാടനത്തിൽ വലിയ വീഴ്ച വരുത്തിയെന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതി അറിയിച്ചിരുന്നു. അല്ലു അർജുന്റെ സാന്നിധ്യം പരിപാടിയുടെ നിയന്ത്രണം തന്നെ നഷ്ടപ്പെടാനുള്ള കാരണമായി. അല്ലു അർജുൻ പങ്കെടുത്ത പരിപാടി പോലീസിന്റെ അനുമതി ഇല്ലാതെയാണ് നടത്തിയതെന്നുമാണ് തെലങ്കാന പോലീസ് ഹൈക്കോടതിയിൽ അറിയിച്ചത്. പുഷ്പ 2ന്റെ പ്രീമിയർ ഷോയിൽ പങ്കെടുക്കരുതെന്ന് അല്ലു അർജുനെ അറിയിച്ചിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. എന്നാൽ തുടർന്ന് പങ്കെടുക്കുന്നത് തന്നെ അത്തരമൊരു ഉദ്ദേശത്തോടു കൂടിയാണ്, കുറ്റകരമായ എന്തായാലും അല്ലു അർജുൻ ബാൽക്കണിയിലായിരുന്നു. ഈ മരിച്ച സ്ത്രീ താഴെയുള്ള ഗ്രൗണ്ടിലാണ് തിക്കിലും തിരക്കിലും പെട്ടത്. സമാന സ്വഭാവമുള്ള കേസ് നടൻ ഷാരൂഖ് ഖാനെതിരെ അഹമ്മദാബാദ് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ കേസ് ഗുജറാത്ത് ഹൈക്കോടതി റദ്ദാക്കി. സുപ്രീം കോടതിയിൽ ഗുജറാത്ത് പോലീസ് നൽകിയ അപ്പീലും തള്ളി. ഈ പ്രീമിയർ ഷോയിൽ പങ്കെടുക്കരുത് എന്ന് അല്ലു അർജുനെ അറിയിച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുന്നു. പോലീസ് ആർക്കെങ്കിലും മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയതായി FIR-ലും റിമാൻഡ് റിപ്പോർട്ടിലും നമ്മൾ കാണുന്നുമില്ല. കുറ്റകരമായ ഉദ്ദേശം, ഒരു നരഹത്യാശ്രമത്തിലുള്ള കുറ്റകരമായ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നത് വാദിക്കുന്നു. പക്ഷേ ഇവിടെ അറിയേണ്ടത് തിയേറ്റർ മാനേജ്മെന്റ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നു. അല്ലു അർജുനെ പോലെ ഒരു സൂപ്പർ താരം അദ്ദേഹത്തിന്റെ തന്നെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രത്തിന് വരുമ്പോൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള തിക്കും തിരക്കും നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായോ എന്നത് കൂടി അറിയേണ്ടിയിരിക്കുന്നു. നദീറ.